ഞാനേ കുട്ടികൾക്ക് മന്തിയാണെന്ന് അറിഞ്ഞു. ഫാമിലിനെ കൊണ്ടുവന്നാലും കുട്ടികൾക്ക് ഓൽക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഇപ്പൊ നമ്മളൊരു അതിർപ്പത്തിൽ കൊണ്ടുവന്നാലേ ഫാമിലിനെ. പിന്നെ ഇപ്പൊ നിങ്ങളെ കുട്ടികൾക്കൊക്കെ മന്തി കഴിക്കാന്നും പിന്നെ ഇന്നെ പോലത്തെ ആൾക്കാരെ മക്കള് മന്തി കഴിക്കരുത്. അവരെ കച്ചവടം മുടക്കണ്ടെങ്കിൽ ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യണ അങ്ങനെയാണ്. ഇപ്പൊ ഒരാളെ കാണിച്ചാലും അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കുണ്ടാവില്ല പേരയില്ലേ, പറഞ്ഞാലും കേൾക്കുക. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടേ. ഒക്കെ നിങ്ങൾ അങ്ങോട്ട് മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ വലിയ ആളാകാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ അവരെ കാര്യങ്ങളല്ലേ, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ കയ്യിലെന്താ കാര്യം. നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളോട് ആരോടൊന്നും വാങ്ങിയാണ്ടല്ലോ എന്റെ ഫാമിലിനെ കൊണ്ടുവന്നോ മന്തി വാങ്ങണതും റോസ്റ്റ് തിന്നണോ? എന്താ പ്രശ്നം ഉണ്ടായത്? നിങ്ങളെ മക്കൾക്ക് മാത്രം മന്തി തിന്നാ റോസ്റ്റ് തിന്നാന്നോ? ഇപ്പൊ മന്തി വാങ്ങണ്ടാവും ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഉച്ചത്തിലാണ് നിങ്ങൾ ഇവിടെ എന്റെ ശമ്പളം കണക്കൂട്ടലും എന്റെ കാര്യങ്ങൾ പൊതുവെ ഞങ്ങള് സംസാരിച്ചാണ്. ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഫാമിലിനെ കൊണ്ടുവരാനൊക്കെ ഇവിടെ എല്ലാവർക്കും താല്പര്യമുണ്ട്. വേറെ ബാബു ഫാമിലി കൊണ്ടുവരാന്ന് പറഞ്ഞാ അല്ല, ഇങ്ങൾക്കൊക്കെ എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലി ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു വിസിറ്റിങ്ങിന് കൊണ്ടുവന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് അഭിപ്രായം റൂമും ഫാമിലി ഒക്കെ ഉണ്ടാവുമ്പോ വെറുതെ ഈ മന്തി എന്തൊക്കെ ആളെ കാണിച്ചാണുള്ള ഒരു ഞങ്ങള് തമ്മിൽ സംസാരിച്ചാണ്. നിങ്ങളെ മക്കളൊക്കെ മന്തി തിന്നിട്ടില്ലേ? തിന്നുന്നുണ്ട്, പറഞ്ഞില്ല. പിന്നെ എനിക്ക് എത്ര ശമ്പളം കിട്ടണേ, എനിക്ക് എന്താ ജോലി, അതെന്തിനാ നിങ്ങൾ ആളുകൾക്ക് അല്ലെങ്കിലും എന്താ ഞങ്ങള് സംസാരിച്ച ഞങ്ങളെ അഭിപ്രായങ്ങൾ പറഞ്ഞാലേ ഇന്നെ പറ്റികൾ വരണ്ട. എന്റെ അഭിപ്രായം നിസ്സാര കാര്യത്തിൽ ചൂടാനോ എന്തുണ്ടായത്? ഞാനിപ്പോ അല്ല ബോസേ, ഞാൻ പറഞ്ഞ എന്താന്നറിയോ, നമ്മളിപ്പോ വേറൊരാൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടാല് ഒരു വെള്ളത്തുണി വെള്ളപ്പായിട്ടുണ്ടെങ്കിൽ അപ്പൊ ആളുകൾ പറയും, ഓന് അതിന് മാത്രമൊക്കെ ആയോ, ഓനവിടെ പിന്നെ ഈ തെങ്ങുറക്കാൻ പോണ പണിയാണ്, അല്ലെങ്കിൽ ഓൻ ബേക്കറി പണിക്കാരനാണ്, അല്ലെങ്കിൽ കല്ലെത്താൻ പോണ പടവേരനാണ്. അത് ഇവൽക്കൊന്നും ഈ ഡ്രസ്സും ഇതൊന്നും പറ്റൂലേ? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞില്ല. നമ്മളെ റഷീദിന്റെ അനിയനില്ലേ, റഷീദിന്റെ അനിയൻ മറ്റേ അബുദാബിയിലാണ്. ഓൻ ഇതേമായിട്ട് മറ്റുള്ളവർക്ക് കണ്ടെങ്കിൽ ഓൻ ചെറിയ ശമ്പളക്കാരനാണ്. ഓൻ ഇതേമാതിരി ഫാമിലിനെ കൊടുത്തു. ഫാമിലി കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പൊ ഒരു കൊല്ലത്തോളം അവര് ഓന് ആ പാവം പിന്നെ കുറഞ്ഞ ശമ്പളമാണെങ്കിൽ നല്ലപോലെ പോറ്റി. അങ്ങനെ ഓളെ നാട്ടിലും പറഞ്ഞയച്ചിട്ട് ഇവൻ വിളിച്ചിട്ട് ഓളെ ഫോൺ എടുക്കില്ല. അപ്പൊ ഇവന്റെ ധാരണ എന്താ വെച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ വെയിറ്റ് ചെയ്തു. കാരണം പോയ സങ്കടമാണെന്നുള്ള ധാരണയില്. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊക്കെ നോക്കിയിട്ടും പോകുമ്പോ അവൾക്ക് സ്വർണം വാങ്ങിക്കൊടുത്തില്ല. നാട്ടിൽ പോയപ്പോ സ്വർണം വാങ്ങിക്കൊടുത്തു. അല്ല അത് നമ്മള് മനസ്സിണ്ടായി, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ ആവണ്ട എന്നുള്ളത് ഇതിൽ പറഞ്ഞതാണ് മാത്രം, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അതാണ് തെറ്റിയത്. ഇത് ആ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ലേ? എല്ലാ പെണ്ണുങ്ങളും ഒരേമാതിരി ആയിക്കൊള്ളുന്നില്ലല്ലോ. അല്ല നമ്മളത് അങ്ങനത്തെ നമ്മളെ മനസ്സിലുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങൾ വാങ്ങിക്കൊടുക്കണേല് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, മനസ്സിലായി? പക്ഷെ ഞാൻ എന്താന്നറിയാം, ഇതേമാതിരത്തെ കുറച്ച് സദാചാരത്തിന്റെ ആൾക്കാരുണ്ട്. ഓൾത് എങ്ങനെയാക്കാം, മറ്റുള്ളവരുടെ എന്താണ് കുറവ്, ആ മൈനസ് മാത്രം നോക്കി നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തിന്നാൽ എല്ലായിടത്തും പോകാൻ എല്ലാ സംഗതി പറ്റും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടില്ല അതിന് കുറ്റം ഓന്റെ അത് വിട്ടാലേ അതൊന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ല കേട്ടാ. ഞങ്ങൾ പറഞ്ഞത് അങ്ങനത്തെ ആ സ്വന്തം ആൾക്കാരും ഉപദേശങ്ങളൊന്നും വേണം. ഈ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങളും നല്ല ഉപദേശങ്ങളാണ് ഒരു മനുഷ്യന് കൊടുക്കാനും. നമ്മള് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല, ഉദ്ദേശിച്ചതല്ല കേട്ടാ. അതെന്നായിക്കോട്ടെ, ഇൻഷാ അല്ലാ. ഓക്കെ. എന്താ ഇത്ര ഉള്ളും കാര്യം? ഓന്റെ കാര്യം ഓനിപ്പോ നമ്മള് പിന്നെ ഓന്റെ വലിയ അസൂയാന്ന് വിചാരിച്ചത് നടക്കവന്. വരുമാനത്തിനനുസരിച്ച് ചെലവാക്കി ലാസ്റ്റ് നമ്മൾ തന്നെ കാണേണ്ടി വരും. നമ്മള് പറഞ്ഞപ്പോ എന്താണ് റൂമും കാര്യമൊക്കെ ഉണ്ടായപ്പോ റൂമിന്ന് രാത്രി ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തുനിന്ന് ദിവസം സ്ഥിരം കസ്റ്റമറാണ് ഈ കടയിൽ. അല്ല നമ്മള് പറഞ്ഞു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാണ്. കുട്ടികളായിട്ടൊന്ന് പുറത്തു പോകലും ഇതാക്കലൊക്കെ അത് രസമാണ്. പക്ഷെ സ്ഥിരമായിട്ട് അബൂബിക്കാരൻ അവനെ കാത്തുക്കലാണ്. ബാബും കൂടി വരാണ്ട്, അതും കൂടിയാണ് ഇപ്പൊ കച്ചവടം മുടക്കുക അല്ലെങ്കിൽ ബാബു ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതല്ല. അല്ല ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ അടുത്തതിന് വളാവല്ലേ. അതിപ്പോ അവന് നേരെ ഉൾത്തേനെ അവൻ ചിന്തിച്ചിട്ടില്ല. ആയിക്കോട്ടെ, നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു അത് ഓനക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം അല്ലെങ്കിൽ തള്ളിക്കളയാം, അത്രേ ഉള്ളൂ.